രോഗികളായി കഴിഞ്ഞാൽ ഇന്ന് പല ആളുകളും ഒരു ചെറിയ രോഗം വന്നു കഴിഞ്ഞാൽ മതി, പിന്നെ കൃത്യമായി നിസ്കരിച്ചിരുന്നവര് പോലും നിസ്കാരമില്ല, അതിനെക്കുറിച്ച് ശ്രദ്ധയില്ല, നിസ്കാരത്തിന്റെ കാര്യത്തിൽ വല്ലാത്ത ലംഭാവം. ഇനി കുറച്ചുകൂടി ഗൗരവമുള്ള രോഗമായാലോ കുടുംബങ്ങളും ശ്രദ്ധിക്കുന്നില്ല, രോഗി തന്നെയും ശ്രദ്ധിക്കുന്നില്ല. ഓപ്പറേഷൻ കഴിഞ്ഞു, അതല്ലെങ്കിൽ ശരീരത്തിൽ മുറിവുകളുണ്ട്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലക്ക് ശാരീരികമായിട്ട് വയ്യ, അങ്ങനെയുള്ള പല കാരണങ്ങളും പറഞ്ഞുകൊണ്ട് ഈ നിസ്കാരം എന്ന് പറയുന്ന മഹാബാധ്യതയിൽ നിന്ന് ഒളിച്ചോടുന്നവരാണ് 90% ആളുകളുമെന്ന് പറഞ്ഞാൽ അതിലൊട്ടും അതിശയോക്തിയില്ല. അതുകൊണ്ട് ഈ രംഗത്ത് പല ആളുകൾക്കും ഉണ്ടാകാവുന്ന ചില സംശയങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് അവയ്ക്കുള്ള പരിഹാരം എന്ന നിലക്ക് കൂടിയാണ് പലരും വിവരക്കേടുകൊണ്ട് പലപ്പോഴും നിസ്കരിക്കാൻ വൃത്തിയില്ല, ശുദ്ധിയില്ല, അല്ലെങ്കിൽ ഉളു ശരിക്കെടുക്കാൻ കഴിയൂല, നിസ്കരിക്കണോടത്ത് വൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞ് പല കാരണങ്ങൾ പറഞ്ഞ് നിസ്കാരം അതാ ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടാൽ നിസ്കാരം ഒഴിവാക്കുന്നു. ഹോസ്പിറ്റലുകളിൽ രോഗികളെ പരിചരിക്കുന്നവർക്കും നിസ്കാരമില്ല. വീട്ടിൽ തന്നെയും രോഗിയായി കിടക്കുകയാണെങ്കിൽ രോഗി നിസ്കരിക്കുന്നില്ല. ആ രോഗിയുടെ കാര്യത്തിൽ എല്ലാം ശ്രദ്ധിക്കാൻ കടപ്പെട്ടവരായ ശുശ്രൂഷകന്മാരും പരിചാരകന്മാരും ആ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുന്നില്ല. ഇതിനൊക്കെ ഒരു അറുതി വരണം. അതിന് അനിവാര്യമായ ചില അറിവുകളും ചില സംശയങ്ങൾക്ക് നിവാരണവും നമ്മുടെ മനസ്സിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഇസ്ലാം ആ രംഗത്തൊക്കെ നമുക്ക് എളുപ്പമാണ് അനുവദിച്ചിട്ടുള്ളത്. ഒരുപാട് ഇളവുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതൊക്കെ സമൂഹത്തെ ബോധവൽക്കരിച്ച് രോഗിയെ ബോധവൽക്കരിച്ചു കഴിഞ്ഞാൽ ഒരു രോഗിയും നിസ്കാരം ഒരിക്കലും ഒഴിവാക്കുന്നതല്ല. അതിന്റെ ഗൗരവമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നാമതായി നമ്മൾ അറിയേണ്ടത്, ഏത് രോഗിയാണെങ്കിലും ചെറിയ അശുദ്ധിയിൽ നിന്നും വലിയ അശുദ്ധിയിൽ നിന്നുമൊക്കെ രോഗികളും ശുദ്ധിയാവേണ്ടതുണ്ട്. അഥവാ ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക എന്ന് പറഞ്ഞാൽ ഉളുവെടുക്കലാണ്. അതുപോലെ തന്നെ വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക എന്ന് പറഞ്ഞാൽ നിർബന്ധമായി കുളിക്കൽ നിർബന്ധമായ രോഗിയാണെങ്കിൽ കുളിക്കൽ നിർബന്ധം തന്നെയാണ്. എന്നാൽ അതുപോലെ തന്നെ നജസ്സുകളിൽ നിന്നും ശുദ്ധിയാവേണ്ടതുണ്ട്. അത് വെള്ളം കൊണ്ട് തന്നെ കഴുകണം. ഇനി വെള്ളം ഒരാൾക്ക് ഉപയോഗിക്കാൻ പറ്റാതായാലോ, മൂത്രമൊഴിച്ചു വൃത്തിയാക്കണ്ടേ, കാഷ്ടിച്ചു വൃത്തിയാക്കണ്ടേ? ആ നിലക്കുള്ള നജസ്സുകളിൽ നിന്ന് ശുദ്ധിയാവാൻ കഴുകാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ അയാൾക്ക് ഈർപ്പം വലിച്ചെടുക്കാവുന്ന വസ്തുക്കൾ മുഖേന ശുദ്ധീകരണം നടത്തുവാൻ ഇസ്ലാം അനുവാദം തന്നിരിക്കുകയാണ്. അതിൽപ്പെട്ടതാണ് അറബ് ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് അവിടുന്ന് അനുവാദം കൊടുത്തതാണ് ഈർപ്പം വലിച്ചെടുക്കുന്ന കല്ലുകൾ കൊണ്ട് ശുദ്ധിയാക്കാം. ഇന്നത്തെ കാലഘട്ടത്തിൽ കോട്ടൺ, അതുപോലെ തന്നെ തുണികൾ, പഞ്ഞി ഇവയൊക്കെ ഉപയോഗപ്പെടുത്തി, അതല്ലെങ്കിൽ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ടിഷ്യൂ പേപ്പറുകൾ, ഇതൊക്കെ ഈർപ്പം ശരിക്ക് വലിച്ചെടുക്കുന്ന വസ്തുക്കളാണ്. അതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് നജസ്സുകളിൽ നിന്ന് ശുദ്ധിയാവാം. മൂത്രമൊഴിച്ചെടുത്ത് വൃത്തിയാക്കാം. ഒരാൾക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത രോഗിയാണ്, വെള്ളം തൊട്ടുകൂടാ. അല്ലെങ്കിൽ മലവിസർജനം കഴിഞ്ഞ് ശുദ്ധിയാക്കാൻ വെള്ളം കൊണ്ട് കഴുകിക്കൂടാ. ആ രോഗി അങ്ങനെ കിടത്തിക്കൂടാ, അയാൾ അങ്ങനെ കിടന്നുകൂടാ. എന്താ മൂത്രയിച്ചിട്ട് കഴുകിയിട്ടില്ല, ഇങ്ങനെ കിടന്ന കിടപ്പിൽ പോവാണ്, ഒന്നും വൃത്തിയായിട്ടില്ല, മൂപ്പരോട് ഇപ്പൊ എങ്ങനെ നിസ്കരിക്കാൻ പറയാനാണ് പലപ്പോഴും ശുശ്രൂഷകന്മാര് ചിന്തിക്കുന്നത്. വളരെ ഗൗരവത്തോടെ എല്ലാവരും പഠിച്ചു വെച്ചോളിൻ. ഒരു നിലക്കും നിസ്കാരത്തിൽ നിന്ന് ഇളവില്ല, ഒരു നിലക്കും ഇളവില്ല. അത് വളരെ പ്രധാനമാണ്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട ആളുകള്, പലപ്പോഴും ആളുകൾക്ക് സ്നേഹം വരെയാണ്, വളരെ സ്നേഹം വരെയാണ്. ആരോ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുക, ഉമ്മ അങ്ങനെയല്ലേ കിടക്കുന്നത്, ഉപ്പ അങ്ങനത്തെ ഒരു അവസ്ഥയിലല്ലേ, അല്ലെങ്കിൽ ഭർത്താവ് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലല്ലേ, അല്ലെങ്കിൽ ഭാര്യ ഇങ്ങനത്തെ ഒരു സ്റ്റേജിലല്ലേ, എങ്ങനെ ഇപ്പൊ ഞാനത് പറയാ? പക്ഷേ മരുന്ന് കൊടുക്കുമ്പോ നമുക്ക് ആ സ്നേഹം എവിടെ പോയി? എന്തു പ്രയാസം സഹിച്ചും ഡോക്ടർ നിർദ്ദേശിച്ച മരുന്ന് നമ്മൾ കൊടുക്കും, ഇഞ്ചക്ഷൻ കൊടുക്കും, എന്തൊക്കെ ചികിത്സകൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. അതൊക്കെ ശ്രദ്ധിക്കുന്നവര് അതൊക്കെ താൽക്കാലികമായിട്ട് ആ രോഗി മരിക്കോളുള്ള ഒരു നിലനിൽപ്പിന് ആവശ്യമായ സംവിധാനങ്ങളാ. മരണാനന്തരവും ഖബറിലും മഹ്ശറിലും എല്ലാ രംഗത്തും ആ രോഗി രക്ഷപ്പെടാൻ ആവശ്യമായ വളരെ പ്രധാനമായ കാര്യമാണ് അയാളുടെ നിസ്കാരം. അതിന്ന് പലരും ശ്രദ്ധിക്കാതെ പോകുന്നു. അതിന് ഓരോരുത്തർക്കും അവരവരുടേതായ കുറെ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നത്. ആ കാരണങ്ങൾക്ക് നമ്മളൊക്കെ പരിഹാരം പഠിച്ചു കഴിഞ്ഞാൽ ആ മേഖലയിൽ വളരെ എളുപ്പമായിട്ട് നമുക്ക് ആ കാര്യങ്ങൾ നിർവഹിക്കുവാൻ സാധിക്കും. അങ്ങനെ വെള്ളം കൊണ്ടല്ല ശുദ്ധീകരിക്കുന്നത്. ഇങ്ങനെ കല്ലോ അതുപോലെ തന്നെ ടിഷ്യൂ പേപ്പറോ തുണി പോലെയുള്ള വസ്തുക്കളൊക്കെ ആണെങ്കിൽ ഒരു 3 പ്രാവശ്യം മൂന്നെണ്ണം കൊണ്ട് ശുദ്ധീകരിക്കലാണ് ഏറ്റവും അഫ്ളൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാം, ലഖദ് നഹാന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ വിരോധിച്ചിട്ടുണ്ട്, അൻ നസ്തഖ്ബിലൽ ഖിബ്ലത ബിഗായിത്തിൻ ഔ ബൗലിൻ, മലവിസർജനത്തിനോ മൂത്രവിസർജനത്തിനോ ഇരിക്കുമ്പോൾ ഖിബിലക്ക് അഭിമുഖീകരിച്ചിരിക്കരുതെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പല കാര്യങ്ങൾ പറയാണ്. ആ കൂട്ടത്തിൽ പറയാണ്, ഔ നസ്തൻജിയ ബിൽ യമീൻ, വലത് കരം കൊണ്ട് ശൗചം ചെയ്യരുത്.
വലത്തെ കൈകൊണ്ട് മൂത്രം ശുദ്ധിയാക്കരുത്, അതുപോലെ തന്നെ മലം ശുദ്ധിയാക്കരുത്. ശൗചം വലത് കൈ കൊണ്ടല്ല ഇടത് കൈ കൊണ്ടാണ് നിർവഹിക്കേണ്ടത്. അവ വലത്തെ കൈ കൊണ്ട് ശൗചം ചെയ്യുന്നത് ഞങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. ഇനി പറയുന്നത് കേട്ടോളൂ. ഔ നസ്തൻജിയ ബിഅഖല്ല മിൻ സലാസതി അഹ്ജാർ, 3 എണ്ണത്തിൽ താഴെയുള്ള കല്ലുകൾ മുഖേന ശൗചം ചെയ്യുന്നതും. അപ്പൊ കല്ലുകൾ മുഖേനയാണ് ശൗചം ചെയ്യുന്നതെങ്കിൽ ഒരു 3 എണ്ണം വേണം. അത് 3 പ്രാവശ്യം ടിഷ്യൂ പേപ്പറോ അതല്ലെങ്കിൽ പഞ്ഞിയോ പരുത്തിയോ കോട്ടണോ ഏതുകൊണ്ടാണെങ്കിലും. അങ്ങനെ ഏതുകൊണ്ടും ശുദ്ധീകരിക്കാമോ? ഏത് വസ്തുക്കൾ കൊണ്ട് ശുദ്ധീകരിക്കാമോ? ഇല്ല. ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ട് മലമൂത്ര വിസർജനത്തിന് ശൗചം ചെയ്യാൻ ഈർപ്പം വലിച്ചെടുക്കുന്ന ഭക്ഷണപാനീയാണെങ്കിലും പാടില്ല, അത് പാടില്ല. അതുപോലെ തന്നെ ഏതെങ്കിലും നിലക്കുള്ള കാഷ്ടം, ഏത് മൃഗങ്ങളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്കുള്ള വസ്തുക്കളുടെ കാഷ്ടങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് അതുകൊണ്ട് ശുദ്ധീകരിക്കുക. ഔ ബിഅളുമിൻ, അല്ലെങ്കിൽ എല്ലുകൾ മുഖേന, അതുകൊണ്ടൊന്നും ശൗചം ചെയ്യാൻ പാടില്ല. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, അവിടുന്ന് പറയുന്നു വമനിസ്തജ്മറ ഫൽയൂതിർ, ആരെങ്കിലും വെള്ളമല്ലാത്ത കല്ലുകൊണ്ട് ആരെങ്കിലും ശൗചം ചെയ്യുകയാണെങ്കിൽ ഫൽയൂതിർ, അവൻ ഒറ്റയാക്കട്ടെ. അഥവാ 3 എണ്ണം കൊണ്ട് ശുദ്ധിയായില്ലെങ്കിൽ 5, 5 എണ്ണം കൊണ്ട് ശുദ്ധിയായില്ലെങ്കിൽ 7, ഇങ്ങനെ ഒറ്റയാക്കിയിട്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, വെള്ളം കൊണ്ട് കഴുകാൻ പറ്റാത്തൊരു രോഗിയാണ്, മൂത്രമൊഴിച്ച് കഴുകാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യണം? ടിഷ്യൂ പേപ്പറോ സൗകര്യം പോലെ കിട്ടും, അല്ലെങ്കിൽ തുണി കൊണ്ട് അങ്ങനെയൊക്കെ തുടച്ച് വൃത്തിയാക്കണം. അങ്ങനെയാണ് 2 നജസ്സുകളും അവിടെ വൃത്തിയാക്കേണ്ടത്. എന്നിട്ട് നമ്മൾ നമസ്കരിക്കാൻ വേണ്ട സൗകര്യങ്ങളും ഉദൂവിന്റെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അപ്പൊ നജസ്സിൽ നിന്ന് ശുദ്ധിയാകുന്നതിന്റെ കാര്യം ഒന്നത്. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, രോഗിക്ക് സ്വന്തമായി ചെയ്യാൻ സാധ്യമല്ലെങ്കിൽ, സ്വന്തമായി രോഗിക്ക് ഇത് നിർവഹിക്കാൻ സാധ്യമല്ല എന്ന് വിചാരിക്കുക. എന്നാലോ വേറെ ആരെങ്കിലും ഉദു ചെയ്തു കൊടുക്കണം. രോഗിക്ക് സ്വന്തമായിട്ട് ഉദു എടുക്കാൻ കഴിയില്ല. വെള്ളമൊക്കെ ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ രോഗിക്ക് കിടപ്പാണ്, ഉപയോഗിക്കാൻ ഉദു എടുക്കാൻ കഴിയൂല. എനിക്ക് ഉദു എടുക്കാൻ കഴിയില്ലല്ലോ, അല്ലെങ്കിൽ ഇപ്പൊ അയാൾക്ക് സ്വന്തം ഉദു എടുക്കാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്ന ആള് നിൽക്കും. നിസ്കരിക്കേണ്ട സമയമായാലും നിസ്കരിക്കൂല, പറ്റൂല. ഉദു എടുപ്പിക്കണം. കുളിക്കേണ്ട സമയമാണ് രോഗി, കുളി നിർബന്ധമാണ്. അദ്ദേഹത്തിന് സ്വന്തം കുളിക്കാനുള്ള ആരോഗ്യമില്ല, എഴുന്നേറ്റ് ടോയ്ലറ്റിൽ നിന്ന് പോയി കുളിക്കാൻ വൃത്തിയാക്കാൻ കഴിയുന്നില്ല എങ്കിൽ അതും മറ്റുള്ളവർ നിർവഹിച്ചു കൊടുക്കണം. അങ്ങനെ കുളിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആ രോഗിയുടെ ഔറത്തിലേക്ക് ഒരു മനുഷ്യൻ മറ്റൊരാളുടെ, ഒരു പുരുഷനാവട്ടെ ഒരു പുരുഷന്റെ ഔറത്തിൽ നിന്ന് കാണാൻ പറ്റാവുന്നതുണ്ട്. ഒരു സ്ത്രീയുടെ ഔറത്ത് അങ്ങനെ കാണരുതാത്തതിലേക്ക് കുളിപ്പിക്കുന്ന നേരത്തും നോക്കാതെ ശ്രദ്ധിച്ചുകൊണ്ടാണ് കുളിപ്പിക്കേണ്ടത്. ഇങ്ങനത്തെ ഒരു അവസ്ഥ എല്ലാവർക്കും വരും. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ആ സമയത്തൊക്കെ ആളുകൾ നിസ്കാരം ഒഴിവാക്കല. എളുപ്പമുണ്ടല്ലോ, പിന്നെ വേഗണ്ട്. പിന്നെ ആരെങ്കിലും അതിന് ഒരുപാട് മനുഷ്യന്റെ മനസ്സിൽ ഇങ്ങനെ കുറെ വസ്വാസം തോന്നി അതുകൊണ്ട് ഒഴിവാക്കല. പിന്നെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അത് പാടില്ല. വളരെ കണിശമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. മാത്രല്ല, വെള്ളം ഉപയോഗിക്കാനാവാത്ത ഒരു രോഗിയാണെങ്കിൽ എന്ത് ചെയ്യണം? വെള്ളം ഉപയോഗിക്കാൻ പറ്റൂല, തയമ്മും ചെയ്യണം. വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത രോഗികൾക്കുള്ള ഒരു ഇളവ് തന്നെയാണല്ലോ ഇസ്ലാം നിശ്ചയിച്ച ഇളവാണല്ലോ എന്ത്? തയമ്മും ചെയ്യുക. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, വലാ തഖ്തുലൂ അൻഫുസകും ഇന്നല്ലാഹ കാന ബികും റഹീമ. നിങ്ങൾ നിങ്ങളെ തന്നെ കൊന്നുകളയരുത്, നിങ്ങളുടെ കൈകൾ നിങ്ങൾ നാശത്തിലേക്ക് എടുത്തിടരുത് എന്ന് പറഞ്ഞാൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റൂല എന്ന് ഡോക്ടർ പറഞ്ഞു. എന്നിട്ടും വെള്ളം ഉപയോഗിച്ചിട്ട് എനിക്ക് നിസ്കരിക്കണം, എനിക്ക് അതിന്റെ വസ്വാസാൻ തീരണമെങ്കിൽ ഇത് മണ്ണും പൊടി ആക്കിയാലൊന്നും നടക്കൂല, എനിക്ക് അങ്ങനെ ചെയ്താലേ റാഹത്ത് കിട്ടുള്ളൂ എന്നും പറഞ്ഞു ഒരുത്തൻ ഉളു എടുത്ത് അല്ലെങ്കിൽ വെള്ളം ഉപയോഗിച്ചു കഴിഞ്ഞ് അവൻ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ, അബദ്ധം പറ്റിപ്പോയാൽ മരണം വരെ സംഭവിക്കാവുന്ന കാര്യങ്ങളല്ലേ. അതുകൊണ്ട് ഇസ്ലാം അത് ഗൗരവത്തോടുകൂടെ നിരോധിച്ചിരിക്കുകയാണ്. ഇളവുകൾ ഉപയോഗപ്പെടുത്തണം, അല്ലാത്തതിലേക്ക് എടുത്തു ചാടരുത്. അറിവില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ചു ചെയ്യണം. അറിവില്ലാതെ ഇവരെക്കേടുകൊണ്ട് ആരും പറഞ്ഞു കൊടുക്കാനും പാടില്ല, പഠിച്ചു പറയണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് സഹാബത്ത് പറയുകയാണ്, ഞങ്ങളൊരു യാത്രക്ക് പുറപ്പെട്ടു. ഞങ്ങളൊരു ദൂരയാത്രക്ക് പോയപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾക്ക് അദ്ദേഹത്തിന്റെ തലയിൽ ഒരു കല്ലുകൊണ്ട് ശക്തമായ ഒരു മുറിവ്, തലയിൽ ആഴത്തിൽ ഒരു മുറിവ് പറ്റി. തലയിൽ കല്ല് വന്ന് വീണ് ആഴത്തിൽ അദ്ദേഹത്തിന്റെ തലയിൽ ഒരു മുറിവുണ്ടായി. അങ്ങനെ അദ്ദേഹത്തിനാണെങ്കിൽ സ്വപ്നസ്ഖലനവും സംഭവിച്ചു. കുളി നിർബന്ധവുമായി ഉറക്കിൽ അദ്ദേഹത്തിന് സ്ഖലനം സംഭവിച്ചു. അങ്ങനെ അദ്ദേഹം അതാ ഒപ്പമുള്ള ചില ആളുകളോട് ചോദിച്ചു, ഹൽ തജിദൂന ലീ റുഖ്സതൻ ഫി തയമ്മുമി, എനിക്ക് കുളിക്കുന്നതിന് പകരം തയമ്മും ചെയ്യാൻ വല്ല ഇളവും നിങ്ങൾ കാണുന്നുണ്ടോ? അവര് പറഞ്ഞു, മാ നജിദു ലക റുഖ്സ, ഒരിളവുമില്ല നിങ്ങൾക്ക് എന്ന് മറുപടി പറഞ്ഞു. തിരക്ക് പിടിച്ചു മറുപടി പറഞ്ഞു. വെള്ളമുണ്ടല്ലോ നിങ്ങൾക്ക്, വെള്ളമില്ലാത്തപ്പോഴാണ് അതൊക്കെ എന്ന് പറഞ്ഞ് വെള്ളമുള്ള സ്ഥിതിക്ക് നിങ്ങൾ തയമ്മും ചെയ്തുകൂടാ എന്ന് പറഞ്ഞപ്പോൾ ഫഗ്തസല,
ആ മനുഷ്യൻ കുളിച്ചു, ഫമാത, അയാൾ മരിച്ചുപോയി. അയാൾക്ക് കുളിക്കാൻ പാടില്ല, വെള്ളം ഉപയോഗിക്കാൻ പാടില്ല, മുറിവിലെത്തി, അയാൾ മരിച്ചു. അങ്ങനെ സ്വഹാബത്ത് പറയാണ്, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിലേക്ക് മടങ്ങി വന്ന് യാത്ര കഴിഞ്ഞെത്തി. ഈ സംഭവം റസൂലുള്ളാഹിനോട് ഞങ്ങൾ പറഞ്ഞപ്പോൾ അവിടുന്ന് വളരെ ഗൗരവത്തോടുകൂടി പറയുകയാണ്, ഖതലൂഹു ഖതലഹുമുല്ലാഹ് അല്ലാ സഅലൂ ഇദ ലം യഅലമൂ ഫഇന്നമാ ശിഫാഉൽ അയ്യി അസ്സുആൽ ഇന്നമാ യക്ഫീഹി അൻ യതയമ്മം. അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അവരദ്ദേഹത്തെ കൊന്നുകളഞ്ഞല്ലോ, അവരെയും അല്ലാഹു കൊന്നുകളയട്ടെ. വളരെ ഗൗരവത്തോടെ പറയാൻ, ആ മനുഷ്യനെ കൊന്നില്ലേ, വധിച്ചു കളഞ്ഞില്ലേ ആ മനുഷ്യനെ? അവർക്ക് വിവരമില്ലെങ്കിൽ വിവരമുള്ളവരോട് ചോദിക്കാമായിരുന്നില്ലേ? വിവരക്കേടിന്റെ ശിഫ ചോദ്യമാണല്ലോ. സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു പൊരുതത്വം നമ്മൾ മനസ്സിലാക്കണം. വിവരക്കേട് കൊണ്ട് വിളിച്ചു പറയരുത്. വിവരക്കേടിനുള്ള ശിഫ, വിവരക്കേടെന്ന് പറയുന്ന രോഗത്തിനുള്ള മരുന്ന് അസ്സുആൽ, ചോദിക്കലാണല്ലോ. ഇന്നമാ യക്ഫീഹി, അദ്ദേഹത്തിന് മതിയാകുമായിരുന്നല്ലോ, അന്ന തയമ്മമ, തയമ്മം ചെയ്താൽ മതിയാകുമായിരുന്നല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അപ്പൊ എങ്ങനെ തയമ്മും? തയമ്മുമിന്റെ രൂപം നമ്മൾ അറിയണം. തയമ്മും എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഖുർആൻ കുറെ കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് തയമ്മും ചെയ്യാനുള്ള. ഞാൻ അതിന്റെ മുഴുവൻ വശങ്ങളിലേക്ക് പോകുന്നില്ല. ഖുർആൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ച സൂറത്ത് മാഇദയിലെ 6-ാമത്തെ ആയത്തിൽ, വഇൻ കുൻതും മർദാ ഔ അലാ സഫരിൻ ഔ ജാഅ അഹദും മിൻകും മിനൽ ഗായിതി ഔ ലാമസ്തുമുൻ നിസാഅ ഫലം തജിദൂ മാഅൻ ഫതയമ്മമൂ സഈദൻ ത്വയ്യിബാ. അതെ, അവിടെ ആദ്യം തന്നെ പറയുന്നത് രോഗികളുടെ കാര്യമാണ്. നിങ്ങൾ രോഗികളായാൽ, അതല്ലെങ്കിൽ യാത്രയിലായാൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതിന്റെ വിശദവിവരങ്ങളിലേക്ക് പോകുന്നില്ല. പരിശുദ്ധ ഖുർആൻ അന്തരത്തിൽ വുദൂ അനിവാര്യമാക്കുന്ന, അതല്ലെങ്കിൽ കുളി അനിവാര്യമാക്കുന്ന കാരണങ്ങൾ പറഞ്ഞിട്ട്, ഫലം തജിദൂ മാഅ, നിങ്ങൾക്ക് വെള്ളമൊട്ട് ലഭിച്ചതുമില്ലെങ്കിൽ, ഫതയമ്മമൂ സഈദൻ ത്വയ്യിബാ, നിങ്ങൾ ഭൂമിയുടെ ശുദ്ധമായ ഉപരിതലത്തെ അന്വേഷിച്ചു പോകുവീൻ. അപ്പൊ എന്തുകൊണ്ടാ തയമ്മും ചെയ്യേണ്ടത്? ശുദ്ധമായ ഭൂമിയുടെ ഉപരിതലത്തിൽ എവിടെയും അടിക്കാം. ഭൂമിയുടെ ശുദ്ധമായ സ്ഥലത്ത്, ആ നിലക്ക് മണ്ണും പൊടിയൊക്കെ ഉള്ള ചുമരാണെങ്കിൽ അതിന്മേലും അടിക്കാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഒപ്പം കൊണ്ടു നടക്കാൻ, അതാണ് ഏറ്റവും നല്ലത് എന്ന് സഈദ് ത്വയ്യിബ് എന്ന് പറയുന്നതിൽ ഏറ്റവും സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മറ്റു ചില വചനങ്ങളുടെ വെളിച്ചത്തിൽ തന്നെ തുറാബ് മണ്ണ് തന്നെയാണ്, പൊടിയുള്ള മണ്ണ്. ആ നിലക്ക് അത് തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠകരമായത്. ആ മണ്ണിൽ എന്ത് ചെയ്യുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്നു. അങ്ങനെ ഭൂമിയുടെ ശുദ്ധമായ ഉപരിതലത്തിൽ ഒരടി അടിക്കുക, 2 കൈകൾ കൊണ്ട് നിലത്തടിക്കുക. എന്നിട്ട് ആ 2 കൈകൾ കൊണ്ട് മുഖം മുഴുവനും തടവുക. അതായത് എനിക്ക് ഞാൻ കുളിക്ക് പകരമാണോ, അതല്ലെങ്കിൽ വുദൂഇന് പകരമാണോ? ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാനും വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാനും വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്തവർ രോഗിയാണെങ്കിൽ അതിന് രണ്ടിനും ഒരേ രൂപത്തിൽ തന്നെയാണ് തയമ്മും. വുദൂഇന് ഇങ്ങനെയും തയമ്മും കുളിക്ക് വേറെയും എന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് തന്നെ ഒരു സഹാബി കുളി നിർബന്ധമായിട്ട് അദ്ദേഹം മണ്ണിൽ അങ്ങ് ഉരുണ്ട് പെരണ്ടു. അദ്ദേഹം മനസ്സിലാക്കിയത് വുദൂഇന് പകരം എങ്ങനെയാണെങ്കിൽ കുളിക്ക് ബോഡി മൊത്തം മണ്ണിൽ പെരളേണ്ടിയിരുന്നാ മനസ്സിലാക്കിയത്. അങ്ങനെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിൽ വന്ന് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞു, അതിന്റെ ഒന്നും ആവശ്യമില്ല, ഇത് മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാന്റെ റസൂല് കാണിച്ചു കൊടുത്തു. അവിടുത്തെ 2 കൈകൾ കൊണ്ടും നിലത്തടിച്ചു. എന്നിട്ട് അത് മുഖേന മുഖം മുഴുവൻ തടവി, 2 കൈപ്പടങ്ങളും തടവി. അപ്പൊ ഒരടി അടിക്കുക, എന്നിട്ട് അതുകൊണ്ട് മുഖം മുഴുവൻ തടവുക. അതുപോലെ തന്നെ കൈപ്പടങ്ങൾ ഇങ്ങനെ 2 മുൻകൈയും ഇങ്ങനെ തടവുക. അതിന്റെ ഉള്ളം കൈ കൊണ്ട് ഇതും തടഞ്ഞു, ഈ ഉള്ളം കൈ കൊണ്ട് ഇതും തടഞ്ഞു. ഇത്രയേ ഉള്ളൂ. എന്നാൽ അത് മുട്ടുവരെ തടവണം എന്നൊക്കെ ചില റിപ്പോർട്ടുകളിൽ കാണാം. ഏറ്റവും പ്രബലമായതും ശരിയായതും 2 അടി തയമ്മുമിന് അടിക്കേണ്ടതില്ല, ഒരൊറ്റ അടി അടിക്കുക. അതുകൊണ്ട് മുഖം തടവുക. കയ്യിൽ വല്ല പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഊതിക്കളയുക. എന്നിട്ട് മുഖം മുഴുവനായി തടവുക. അതുപോലെ തന്നെ 2 കൈപ്പടങ്ങളും തടവുക. ഇത്ര വളരെ ലളിതമായ രീതിയാണ് തയമ്മുമിന്റെ രീതി. ഇത് കുളിക്ക് പകരവും വുദൂഇന് പകരവും ഒരേ രൂപത്തിൽ തന്നെയാണ് നമുക്ക് നിർവഹിക്കുവാനുള്ളത്. അതുകൊണ്ട് എന്ത് വേണം? എല്ലാവരുടെയും കൈകളിൽ വീട്ടിലൊരു രോഗിയുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ്. കുറച്ച് മണ്ണ് ഒരു പാത്രത്തില്, ഒരു പരന്ന പാത്രത്തിൽ കുറച്ച് മണ്ണ് അവിടെ കൊണ്ടുവന്ന് രോഗി കിടക്കുന്ന കട്ടിലിന്റെ അടിയിൽ വെച്ചാൽ മതി. എന്നിട്ട് സമയമാകുമ്പോ രോഗിക്ക് സ്വയമോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ചെയ്തു കൊടുക്കുന്ന നിലക്കോ മുന്നിലേക്ക് ഇട്ട് ഏതെങ്കിലും ഒരു കടലാസിൽ കെട്ടിപ്പൊറിഞ്ഞ് വെച്ച് കടലാസിൽ പരത്തി ആ രൂപത്തിൽ നിർവഹിക്കാനും എളുപ്പാണ്, കൊണ്ടു നടക്കാൻ എളുപ്പാണ്. യാത്രക്കാരനും വേണ്ടി വന്നാൽ കൊണ്ടു നടക്കാൻ എളുപ്പാണ്.
നമ്മളൊന്നും ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ എന്തെല്ലാം സാധനങ്ങൾ കൊണ്ടുപോകും? ബക്കറ്റ് കൊണ്ടുപോകും, തോർത്ത് കൊണ്ടുപോകും, സോപ്പ് കൊണ്ടുപോകും, ബ്രഷ് കൊണ്ടുപോകും, പേസ്റ്റ് കൊണ്ടുപോകും, കൂട്ടത്തിൽ ഒരൽപ്പം മണ്ണും കൊണ്ടുപോകണം. അതാരും ശ്രദ്ധിക്കൂല, അതാരും മനസ്സിലാക്കുന്നില്ല. നിസ്കാരത്തിന്റെ കാര്യം അങ്ങനെ പരിപാടി ഇല്ലല്ലോ. അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ തീരെയില്ല, നിൽക്കണോനുമില്ല, രോഗിക്കില്ല. അതുകൊണ്ട് വളരെ ഗൗരവമായി മനസ്സിലാക്കുക. ഈ വിഷയത്തിലൊക്കെ കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ വളരെ ലളിതമായി നമുക്ക് നിർവഹിക്കാൻ സാധിക്കും. ഇനി രോഗിക്ക് സ്വന്തമായി തയമ്മും ചെയ്യാൻ കഴിയില്ലേ? പരിചരിക്കുന്നവർ ചെയ്തു കൊടുക്കണം. രോഗിയുടെ കൈ കൊണ്ട് തന്നെ അടിക്ക് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ പരിചരിക്കുന്നയാളുടെ 2 കൈ കൊണ്ട് അടിച്ചിട്ട് അയാളുടെ മുഖത്തും അതുപോലെ തന്നെ അയാളുടെ 2 മുൻകൈകളും തടവിക്കൊടുക്കാം. ഇത്ര വളരെ ലളിതമായി കൊണ്ട് അദ്ദേഹത്തിന്റെ ശുദ്ധീകരണം, വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്തവർ രോഗിയെ സംബന്ധിച്ചിടത്തോളം നമുക്കത് നിഷ്പ്രയാസം ചെയ്തു കൊടുക്കുവാൻ സാധിക്കും. ഇനി വളരെ ശ്രദ്ധിച്ചു കേട്ടോളിൻ, വേറെ ചില പരമപ്രധാനമായ കാര്യങ്ങളുണ്ട്. അഥവാ ശുദ്ധീകരിക്കൽ ആവശ്യമായ കുളിക്കുവാനോ അല്ലെങ്കിൽ ഉളൂ ചെയ്യുവാനോ നിർബന്ധമായ ഒരു ഘട്ടത്തിൽ ഉളൂഇന്റെ അവയവങ്ങളിൽ അല്ലെങ്കിൽ അവന് കഴുകൽ നിർബന്ധമായ അവന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും നിലക്കുള്ള മുറിവുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതാണെന്ന് പലർക്കും പ്രശ്നം. പലരും അത്തരം ഘട്ടങ്ങളിൽ ഇപ്പൊ കാലൊടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ടിരിക്കാണ്, അല്ലെങ്കിൽ കൈയൊടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ടിരിക്കാണ്, അല്ലെങ്കിൽ മൊത്തം ബാൻഡേജ് ഇട്ടിരിക്കുന്നു, നെഞ്ചത്തും വയറ്റത്തൊക്കെ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന രോഗിയാണ്, മൊത്തം അദ്ദേഹത്തിന് ബാൻഡേജിലാണ്, അല്ലെങ്കിൽ പലയിടത്തുമുണ്ട്, എവിടെയൊക്കെയാണ് അല്ലെങ്കിൽ മുറിവുണ്ട്. ഇങ്ങനെയൊക്കെ മുറിവുള്ളവർ രോഗി. അതാണ് പലപ്പോഴും ആളുകൾ ഇനിയിപ്പോ എങ്ങനെയപ്പോ ഇനിയൊന്നും ഉണ്ടണ്ട, പാവം കിടക്കണ കിടത്തം കണ്ടില്ലേ, എന്തു പാവം, ഭക്ഷണം കൊടുക്കുന്നില്ലേ, മരുന്ന് കൊടുക്കുന്നില്ലേ, എല്ലാം ചെയ്യുന്നുണ്ട്. നിസ്കാരത്തിന്റെ കാര്യെത്തുമ്പോ പരിചാരകനോട് ഇബിലീസ് വന്നിട്ട് പറയും പാവം കിടക്കുന്നുണ്ടില്ലേ. അത് പാവാക്കല്ല, നരകത്തിലേക്ക് കൊണ്ടുപോകാനാണ്, നരകത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഏർപ്പാടാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കുക, അങ്ങനെ അവയവങ്ങളിൽ ഉളൂഇന്റെയോ കുളിക്കുവാനുള്ളതോ അവയവങ്ങളിൽ മുറിവുകൾ ഉണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നാമതായി നമ്മൾ അറിയേണ്ടത് ഒരു തുറന്ന മുറിയാണ്, എന്ന് പറഞ്ഞാൽ ഒന്നും കെട്ടിയിട്ടില്ല, മുറിവ് തുറന്നു കിടക്കുന്ന നമുക്ക് കാണും, അവയവത്തിൽ കാണും. കഴുകുന്നതിന് കുഴപ്പമൊന്നുമില്ലാത്ത മുറിവാണ്, മുറിവുണ്ട്, പക്ഷെ നമുക്ക് വെള്ളം കൊണ്ട് സാധാരണ പോലെ കഴുകുന്നതിനൊരു തകരാറുമില്ലെങ്കിൽ കഴുകൽ തന്നെയാണ് നിർബന്ധം. അതാണ് ഒന്നാമത്തെ സ്റ്റേജ്. അതാർക്കും പറഞ്ഞാൽ മനസ്സിലാവും. മുറിവുണ്ട്, കെട്ടിവെച്ചിട്ടൊന്നുമില്ല, കാണാം നമുക്ക് മുറിവ്. വെള്ളം ഉപയോഗിക്കുന്നതിന് ഡോക്ടർ തകരാറൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ വെള്ളം ഉപയോഗിച്ച് തന്നെ സാധാരണ പോലെ തന്നെ കഴുകണം. ഇനി രണ്ടാമത്, തുറന്നു കാണുന്ന മുറിവ് തന്നെയാണ്, പക്ഷേ കഴുകാൻ പാടില്ല, കഴുകരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, വെള്ളം നനക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്തരം ഘട്ടങ്ങളിൽ എന്ത് ചെയ്താൽ മതി? വെള്ളമുള്ള കൈ കൊണ്ട് വെറുതെ അതിന്മേലൊന്ന് തടവിക്കൊടുത്താൽ മതി. പകരം എന്ത് ചെയ്യാ, ഇങ്ങനെ തടവ്, കൈ കൊണ്ട് പതുക്കെ അമർത്താതെ, രോഗിക്ക് വേദനയാവാത്ത നിലക്ക് നനഞ്ഞ കൈ കൊണ്ടൊന്നിങ്ങനെ തടവ്, ആ തടവൽ മതി, പിന്നെ കഴുകേണ്ടതില്ല. അതാണ് രണ്ടാമത്തെ സ്റ്റേജ്. മൂന്നാമത്തെ സ്റ്റേജ്, തുറന്നു കാണുന്ന മുറിവ് തന്നെയാണ്, കഴുകാനും പറ്റൂല, തടവാനും പറ്റൂല, തൊടാൻ പറ്റൂല, അനങ്ങാൻ പറ്റൂല, തടവാനും പറ്റൂല, കഴുകാനും പറ്റൂല. അങ്ങനെ ആവുമ്പോ എന്ത് ചെയ്യണം? ഫഹുനായ തയമ്മമു ലഹു. അപ്പൊ ആ രോഗിക്ക് വേണ്ടി എന്ത് ചെയ്യണം? തയമ്മും ചെയ്തു കൊടുക്കുക. തയമ്മും ചെയ്തു കൊടുക്കാവുന്ന നിലക്ക് എങ്ങനെയാണെങ്കിൽ തയമ്മും ചെയ്തു കൊടുക്കുക. ഇനി നാലാമത്തെ സ്റ്റേജ് എന്താണ്? മുറിവ് കാണുന്നില്ല, അത് കെട്ടിവെച്ചിരിക്കുന്നു, മറഞ്ഞിരിക്കുന്നു, ഒന്നുകിൽ പ്ലാസ്റ്റർ മുഖേന അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഏതെങ്കിലും വസ്തുക്കൾ കൊണ്ട് കെട്ടിവെച്ച സ്ഥലമാണെങ്കിൽ ഇത്തരം ഘട്ടങ്ങളിൽ ആ കെട്ടിവെച്ചതിന്മേൽ തടവിയാൽ മതി, പിന്നെ അവയവം പ്രത്യേകം കഴുകേണ്ടതില്ല. ബാൻഡേജ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന്മ വെള്ളം കൊണ്ടാണ് തടവിയാൽ മതി, ബാക്കിയുള്ളതൊക്കെ കഴുകിയിട്ട് അതിന് പകരം വെള്ളം കൊണ്ടാണ് തടവിയാൽ മതി. പിന്നെ അതിനൊരു സ്പെഷ്യൽ തയമ്മും വേണ്ടതില്ല. ഇനി അതിനും കഴിയില്ല, തടവാനും കഴിയാത്ത നിലക്കാണെങ്കിൽ ബാക്കിയുള്ള എല്ലാ ഭാഗവും കൃത്യമായിട്ട് കഴുകി ഇസ്ലാമികമായ അതിന്റെ മര്യാദകൾ പാലിച്ചതിന്റെ ശേഷം ഇതിനു വേണ്ടി തയമ്മും ചെയ്യുക. എന്തായിരുന്നാലും ഇസ്ലാം എങ്ങനെയാണോ കഴിയുക അങ്ങനെ ഇളവ് നൽകിയിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ പ്രയാസപ്പെട്ട് പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, ഒരു തയമ്മും കൊണ്ട് ഒരു ഫർദ് മാത്രമേ നിസ്കരിക്കാവൂ, സുന്നത്തുകൾ എത്രയും നിസ്കരിക്കാം എന്ന് ചില വീക്ഷണങ്ങൾ പണ്ഡിത ലോകത്തുണ്ട്. എന്നാൽ വാസ്തവത്തിൽ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പല പണ്ഡിതന്മാരും പ്രബലമാക്കിയിട്ടുള്ള അഭിപ്രായം തയമ്മും ഉളു പോലെ തന്നെയാണ്. അതുകൊണ്ട് ഒരു ഉളു കൊണ്ട് ഉളു മുറിയാത്തരത്തോളം നമുക്ക് എത്ര ഫർദും നിസ്കരിക്കാവുന്നത് പോലെ ഒരു തയമ്മും മുഖേന ആ തയമ്മും ബാത്തിലാകാത്തിടത്തോളം നമുക്കതുകൊണ്ട് എത്രയും ഫർദ് നിസ്കാരവും നിർവഹിക്കാം എന്നതാണ് പ്രബലം എന്നാണ് പണ്ഡിതന്മാര് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്.